വാരണാസിയിലായിരുന്നു ഡോക്ടർ അലോക് സിംഗും ഭാര്യ റീന സിംഗും 2 പെൺമക്കളും അടങ്ങുന്ന ചെറിയ കുടുംബം താമസിച്ചിരുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ ചുറ്റുവട്ടം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ ചിലവര് ഭയങ്കര സന്തോഷമായും ഭയങ്കര സമാധാനത്തോടെ ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നതായി നമുക്ക് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും ആവില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അത് വാർത്തയാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇതറിയത്. അത് പോട്ടെ, നമ്മൾ അശോക് സിംഗിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ അശോക് സിംഗും ഭാര്യ റീന സിംഗും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ വീട്ടിനുള്ളിൽ ഒരിക്കലും സമാധാനം എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, അലോക് സിംഗിന്റെ ഭാര്യ റീന സിംഗ് 2 പിള്ളേർ ഉണ്ട്. നിലവിൽ 2 പിള്ളേരുണ്ട്. 2 പെൺമക്കളാണ്. ഒരു ആൺകുട്ടിക്ക് വേണ്ടി അലോക് സിംഗിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ റീന സിംഗ് പ്രസവിച്ചത് 2 പെൺകുട്ടികള്. അല്ല, അതിനിപ്പോ റീന സിംഗ് എന്ത് ചെയ്യാനാ? ശരിയാണ്, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളും തന്നെ ആലോചിക്കും, അത് റീന സിംഗ് മനഃപൂർവ്വം എന്നാ ഇത് പെൺകുട്ടിയാക്കി കളയാന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതല്ലല്ലോ. ഇതൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്ക് വേണം? ഭർത്താക്കന്മാർക്ക് വേണം. ഇവിടെ ഭർത്താവിന്റെ സ്ഥാനത്ത് അദ്ദേഹം ഭർത്താവ് മാത്രമല്ല, ഒരു ഡോക്ടർ കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു പേരിൽ, ആൺകുട്ടിയെ പ്രസവിച്ചില്ല എന്നുള്ള പേരിൽ ഭാര്യയും ഭർത്താവും ആ വീട്ടിൽ പതിവായി വഴക്കാണ്. അയൽവാസികൾക്കൊക്കെ ഇതിനെക്കുറിച്ചേ പറയാനുള്ളൂ, ബന്ധുക്കൾക്കും ഇതിനെക്കുറിച്ചേ പറയാനുള്ളൂ. പലപ്പോഴും റീന വീട്ടിലേക്ക് വിളിച്ച് ഈ വിഷയം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. റീനയുടെ ബന്ധുക്കൾ അവളെ സമാധാനിപ്പിക്കും. അവര് പിന്നെ വേറെന്താ ചെയ്യാ അല്ലെ? സമാധാനിപ്പിക്കുക അല്ലാതെ ഒരു കുടുംബ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണയാണല്ലോ. അതാ ഡോക്ടർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ആരെക്കും ഡോക്ടറെ അല്ലാതെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഡോക്ടർ റീനയുടെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് 2019 ജൂലൈ 2 റീനയുടെ വീട്ടിലേക്ക് അതിരാവിലെ തന്നെ ഒരു കോള് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അതിരാവിലെ കോള് വരുമ്പോൾ ഭയങ്കര ഭയമാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്നൊക്കെ ഓർത്ത് നമുക്കൊക്കെ ഭയമാണ്. ആ ഭയം തന്നെയായിരുന്നു റീനയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും റീനയുടെ വീട്ടുകാർ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ മറുതലക്കൽ റീനയുടെ ഭർത്താവായ അലോക് സിംഗ് ആണ്. അലോക് സിംഗ് പറഞ്ഞു, റീന ഇന്ന് രാവിലെ കോണിപ്പടി ഇറങ്ങാൻ വരുമ്പോൾ ആ സ്റ്റെയർ കേസിൽ നിന്ന് തെന്നി താഴോട്ട് വീണ് തൽക്ഷണം തലയിടിച്ചു മരിച്ചു. അയാൾ ഒരൊറ്റ പറച്ചിലായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ മരണരീതിയൊന്നും ആരും ഒറ്റയടിക്ക് പറയില്ല, പല രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടൊക്കെയാണ് പറയാം. ഇയാൾ അതൊന്നുമില്ല, റീന നേരെ താഴെ വീണ് മരിച്ചു, ഇത് മാത്രമാണ് ഇയാൾ പറഞ്ഞത്. ഇത് കേട്ട റീനയുടെ ബന്ധുക്കള് ആകെ ഞെട്ടിപ്പോയി. എന്ത് സംഭവിച്ചു? സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്നത് ഒരാൾ മരിക്കേ, അതിന് ആശുപത്രി കൊണ്ടുപോകാൻ സമയം കിട്ടിയില്ല. ഇത്തരം സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളൊക്കെ റീനയുടെ ബന്ധുക്കൾക്കുണ്ടായി. എന്തായാലും റീനയുടെ അച്ഛനായ രാജ്നാഥ് സിംഗിന് ഈ കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. അദ്ദേഹം റീന സ്വാഭാവികമായിട്ട് മരിച്ചു എന്ന് വിശ്വസിക്കുന്നേയില്ല. എന്തായാലും അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഉടൻ തന്നെ അദ്ദേഹം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി. തന്റെ മകൾ ഇത്തരത്തിൽ മരണപ്പെട്ടുവെന്നും ഇത്തരത്തിൽ അപകടം പറ്റിയെന്നും അതിനെ തുടർന്ന് മരണപ്പെട്ടുവെന്നും ഇതൊരു അപകട മരണമല്ല, കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നുവെന്നും അതിന്റെ പല കാരണങ്ങളും പോലീസുകാരുടെ മുന്നിൽ റീനയുടെ അച്ഛൻ രാജ്നാഥ് സിംഗ് നിരത്തി. ഇതൊരു കൊലപാതകമാണെന്ന് രാജ്നാഥ് സിംഗ് വിശ്വസിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താ കാരണം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് റീനയ്ക്ക് 2 പെൺകുട്ടികളാണ്. ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ റീനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അലോക് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺകുട്ടി ഉണ്ടായേ തീരൂ. തന്റെ സ്വത്തിന് അനന്തരാവകാശികൾ വേണം, തന്റെ പാരമ്പര്യം നിലനിർത്തണം, തന്റെ തറവാട്ടിന് ഗുണപ്പേരുണ്ടാവണം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് അലോക് സിംഗിനുള്ളത്. അല്ല, ആൺകുട്ടികൾ ഉണ്ടായാലും ഇതൊക്കെ നിലനിർത്തുന്ന എന്താ ഉറപ്പ്? എല്ലാം ഒരു വിശ്വാസം അല്ലേ? എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തുടങ്ങാം. അതായത് ഈ ആൺകുട്ടി ഇല്ല എന്ന പേരിൽ തന്നെ പല തവണ റീനയും അലോകും തമ്മിൽ വലിയ രീതിയിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നും പലപ്പോഴും ഈ കാര്യത്തിന് മധ്യസ്ഥനായി നിൽക്കലിൽ റീനയുടെ പിതാവാണ് എന്നതുകൊണ്ടും ഇത് കാരണമാണോ റീന മരണപ്പെട്ടത് എന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്ന് സ്വാഭാവികമായിട്ടും റീനയുടെ പിതാവിന് സംശയമുണ്ടാവും. എന്തായാലും അദ്ദേഹം പോലീസിൽ പരാതി നൽകി.
മറ്റൊരു കാരണം കൂടി ഉണ്ട്. റീനയുടെ പിതാവ് പരാതി കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അലോക് സിംഗ് ആ സ്ഥലത്ത് നിന്ന് മുങ്ങി. അലോക് സിംഗ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൂട്ടുകാർക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല, ബന്ധുക്കൾക്കറിയില്ല, കൂടെ ജോലി ചെയ്യുന്ന മറ്റു ഡോക്ടർമാർക്കറിയില്ല, ആർക്കും അറിയില്ല. ആ റീന മരിച്ച തൽക്ഷണം അദ്ദേഹം അവിടുന്ന് മുങ്ങി. എവിടെ പോയി ആർക്കും ഒരു നിശ്ചയമില്ല. ഇതും സ്വാഭാവികമായിട്ടും റീനയുടെ പിതാവ് രാജ്നാഥ് സിംഗിനെ കൂടുതൽ സംശയത്തിന് വഴിവെച്ചു. എന്തായാലും റീനയുടെ പിതാവ് രാജ്നാഥ് സിംഗ് അലോക് സിംഗിനെതിരെയും അദ്ദേഹത്തിന്റെ പിതാവായ ഡോക്ടർ സിംഗ്, മാതാവായ ഡോക്ടർ സാവിത്രി സിംഗ് എന്നിങ്ങനെ ഈ 3 പേർക്കെതിരെയും അലോക് സിംഗ് പരാതി നൽകി. ദിവസങ്ങൾ കടന്നുപോയി. ഏകദേശം 20 ദിവസം കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞപ്പോൾ അലോക് സിംഗ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പക്ഷെ നാട്ടുകാരെയും റീനയുടെ ബന്ധുക്കളെയും ഞെട്ടിച്ചത് അതല്ല. ഈ അലോക് സിംഗ് പോലീസിൽ കീഴടങ്ങിയ സമയത്ത് ഒരു കൊലപാതക കേസ് പ്രതിയെ പോലെയല്ല പോലീസ് അയാളെ ഡീൽ ചെയ്യുന്നത്. അയാൾക്ക് ചായ വാങ്ങിക്കൊടുക്കുന്നു, ചായക്കൊപ്പം കഴിക്കാൻ വടാപ്പാവ് വാങ്ങിക്കൊടുക്കുന്നു, ചായ കുടിച്ചു കഴിഞ്ഞ് മുറുക്കാൻ ഒരു വിമല് വാങ്ങിക്കൊടുക്കുന്നു. ഇത്തരത്തിൽ പല രീതിയിലുള്ള സൽക്കാരമാണ്. ആരെയാ? ഒരു കൊലപാതക കേസിൽ ഭാര്യയെ കൊന്നു എന്ന കേസിൽ സംശയിക്കുന്ന ഒരാളാണ് പോലീസ് ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നാട്ടുകാരിലും റീനയുടെ ബന്ധുക്കളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കി. അങ്ങനെ ആരൊക്കെയോ ഈ സംഭവം എടുത്ത് ഇതിന്റെ ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പണമുള്ളവന് ഈ ലോകത്ത് എന്തും ചെയ്യാമോ എന്ന തരത്തിലായിരുന്നു അതിന്റെ തലക്കെട്ടുകൾ പലതും വന്നിരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പോലീസ് കളക്ട് ചെയ്യുന്ന എവിഡൻസ് പലതും അലോകിന് പ്രതികൂലമല്ല, അനുകൂലമായിട്ടാണ് വരുന്നത്. ഇതെന്തു മറിമായം? റീനയുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും സംശയിച്ചു. വീട്ടിലെ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാൻ പോലീസ് ശ്രമിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ മാസങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു പരാതി. ഒരു ഡോക്ടറുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ മാസങ്ങളായിട്ട് കംപ്ലൈന്റ് ആണ്, ഇതുവരെ നന്നാക്കിയിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചോ? ഓക്കെ, ഞാൻ എന്തായാലും വിശ്വസിച്ചു. വേറെ മാർഗമില്ലല്ലോ, പോലീസ് അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതിലേറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താ പറയുക, നിങ്ങള് വർഷങ്ങളായി അലോകിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ ജോലിക്കാരി ഉണ്ടല്ലോ, ഈ സംഭവം നടന്ന്, അതായത് എയർ കേസിൽ നിന്ന് വഴുതി താഴെ വീണ് മരണപ്പെട്ടു. റീന മരണപ്പെട്ട ദിവസം ആ ജോലിക്കാരി ലീവായിരുന്നു. അവര് അന്നേ ദിവസം ലീവ് എടുത്തു. അവർക്ക് തീരെ വയ്യായിരുന്നു എത്രയാന്ന്. അതാണ് പോലീസിനോട് അവർ പറഞ്ഞ കാരണം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. റീനയുടെ ശരീരത്തിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് റീനയുടെ ശരീരത്തിൽ എല്ലാം കൂടി 13 മുറിവുകൾ ഉണ്ട് എന്നായിരുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള ക്ഷതമേറ്റ ലക്ഷണവും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ തോന്നും, ഒരാള് പടിയിൽ നിന്ന് വീണാൽ 13 മുറിവുകൾ ഉണ്ടാവോ? മാത്രമല്ല, വീഴുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊക്കെ ഇത്തരത്തിൽ വീഴുന്ന സമയത്ത് പല സമയത്തും നമ്മൾ കൈകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് കയ്യിലും കാലിലൊക്കെ മുറിവുണ്ടാവില്ലേ? എന്നാൽ ഇവിടെ റീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കയ്യിലും കാലിലൊന്നും അവർക്ക് യാതൊരു മുറിവുമില്ല എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. ഫോറൻസിക് വിദഗ്ധർ തലക്കേറ്റ ക്ഷതം കൊലപാതകത്തിന്റെ ലക്ഷണമായി പരിഗണിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് നൽകിയത്. കുടുങ്ങും എന്ന ഘട്ടം വന്നപ്പോൾ അലോക് സിംഗ് നേരെ പ്ലേറ്റ് മാറ്റി. അലോക് സിംഗ് പറഞ്ഞു, റീനയ്ക്ക് കുറച്ച് ഭ്രാന്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് അവൾ മരുന്ന് കഴിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ അവൾ കൊല്ലപ്പെട്ടതല്ല, അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് ഒറ്റയടിക്ക് അലോക് സിംഗ് തന്റെ വാദത്തിന്റെ പ്ലേറ്റ് തിരിച്ചു മടക്കി. അതിന് പിന്തുണക്കും വിധം ഒരു ആത്മഹത്യക്കുറിപ്പും റീനയുടെ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി. അത് റീനയുടെ കൈയെഴുത്തിലുള്ളതാണ് എന്നാണ് പരിശോധനയിൽ നിന്ന് മനസ്സിലായത്. മാത്രമല്ല, ഈ വാദത്തിന് ശക്തി പകരാൻ റീന മാനസികാരോഗ്യത്തിന് മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ള തെളിവുകളും അലോക് സിംഗ് ഹാജരാക്കി. തലയിലെ പരിക്ക് വീഴ്ചയിൽ സംഭവിക്കാതാകാമെന്നും കൊലപാതകത്തിന് മതിയായ തെളിവുകളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കേസ് പതിയെ ആസ് യൂഷ്വൽ വഴിതെറ്റി. കൃത്യമായ തെളിവില്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലീസിന് മാത്രമല്ല സ്കോട്ട്ലാൻഡ് യാർഡിന് പോലും ഒന്നും ചെയ്യാനാകില്ല എന്നായിരുന്നു ഒരു വാദം. ഏതായാലും ഇത്തരം പഴുതുകളൊക്കെ ഉപയോഗിച്ച് അലോക് സിംഗ് രക്ഷപ്പെട്ടു. അന്നത്തെ രാത്രി ശരിക്കും എന്താണ് സംഭവിച്ചത്? റീന കാൽ വഴുതി വീണതാണോ, അതോ മാനസികാരോഗ്യത്തിന് മരുന്ന് കഴിക്കുന്ന റീന പെട്ടെന്നുള്ള മാനസിക സംഘർഷം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തതാണോ? വാരണാസിയിലെ റീനയുടെയും അലോകിന്റെയും ആ വലിയ വീട്ടിലെ 4 പാടുമുള്ള ചുമരുകൾക്ക് മാത്രമേ ആ സത്യം അറിയൂ. 13 മാരകമായ മുറിവുകളുമായി മരണപ്പെട്ട റീനയുടെ ആത്മാവ് ഇന്നും നീതി തേടി അലയുന്നുണ്ടാവാം.
തെളിവുകളില്ലാതെ പോയ കുറ്റകൃത്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും സത്യം പുറത്തു വരാൻ പോകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് ഇന്നും അവശേഷിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.